നമസ്തേ മോളെ. എന്നെ മനസ്സിലായില്ലേ? ഞാൻ നാരായണ പിഷാരടി. പെൻഷൻ വാങ്ങാൻ വന്നതാ. എന്റെ പെൻഷൻ. മാഷ് പോയിട്ട് പിന്നെ എപ്പോഴെങ്കിലും വരും. ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതെന്താ പിന്നീട്? ഇപ്പൊ എന്താ പറ്റാത്ത? മാഷ് കണ്ടില്ലേ, ഞാൻ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും അങ്ങോട്ട് വയ്ക്കോ മാഷെ, പ്ലീസ്. ആർക്കാ ശ്രദ്ധാഞ്ജലി? സൂപ്രണ്ട് ഉത്തമൻ സാറിന്. ഇപ്പൊ അദ്ദേഹം ഞങ്ങളോടൊപ്പം ഇല്ല. എപ്പോഴായിരുന്നു സംഭവിച്ചത്? എന്ത് ചെയ്യാം, മുകളിൽ നിന്ന് ഓർഡർ വന്നു, അദ്ദേഹം പോയി. മുകളിൽ നിന്ന് ഓർഡർ വന്നാൽ ആർക്കാ അതിനെ തടയാൻ പറ്റുക? അങ്ങനെ ഞാനും ഒരു ദിവസം പോവും. കുട്ടി എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? കുട്ടി തീരെ ചെറുപ്പമല്ലേ? അങ്ങനെ ഓർഡർ വരികയാണെങ്കിൽ ആദ്യം പോകേണ്ടത് ഞാനല്ലേ? അപ്പൊ മാഷ്ക്ക് 10 വർഷം മുമ്പ് ഓർഡർ വന്നതല്ലേ? എനിക്കൊന്നും കിട്ടിയില്ല. ഓർഡർ കിട്ടാതെയാണോ മാഷ് റിട്ടയർഡ് ആയത്? റിട്ടയർ ആയതാണല്ലേ? മാഷെ, ഇതും കൂടി ഒന്ന് അങ്ങോട്ട് വെക്കോ, പ്ലീസ് പ്ലീസ്. അപ്പൊ എന്റെ പെൻഷൻ. സുരു. യെസ് വത്സല മാം. സുരേഷ്, ഇതൊന്ന് പുറത്ത് വെയിലത്ത് കൊണ്ടുവയ്ക്കൂ, നന്നായി ഒന്ന് ഉണങ്ങട്ടെ. വാ മാമ, കുറച്ചു നേരം വെയിലത്ത് നിൽക്കാം. ആവശ്യമുണ്ടാകുമ്പോൾ വിളിക്കും. അതല്ല, പിന്നെ ഏത്? പപ്പടം എന്ന് പറയണ്ടേ? അല്ല പിന്നെ എന്നെ വെയിലത്ത് കൊണ്ടുവച്ചിട്ട് എന്ത് കിട്ടാനാ? അല്ല എന്റെ പെൻഷൻ. ഒരു കാര്യം ചെയ്യും, ഒരു 12 മണിക്ക് വരും. അല്ല മോളെ, ആയി. എന്തായി? ആയല്ലോ. എന്തായി? 12 മണി. എന്റെ പെൻഷൻ. മാഷ് ഇത് കാണുന്നില്ലേ, എന്തുമാത്രം ജോലികളാ എനിക്ക്, ഒട്ടും നേരമില്ല. ഒരു കാര്യം ചെയ്യൂ, ആ സ്വയംവരൻ സാറിന്റെ അടുത്തേക്ക് ഒന്ന് ചെല്ലും. സ്വയംവരൻ സാർ. എന്താണ് സാർ? ഈ കാരണവർക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, ഒന്ന് നോക്കോ. ഇങ്ങോട്ട് വിട്ടോളൂ. പ്രശ്നമൊന്നുമല്ല, എനിക്ക് എന്റെ പെൻഷൻ മാത്രം മതി. എന്താണ് വേണ്ടത്? എനിക്ക് എന്റെ പെൻഷൻ വേണം. എന്താ പേരെന്താ? നാരായണ പിഷാരടി. നാരായണ പിഷാരടി. നാരായണ നായർ, നാരായണ കുറുപ്പ്, നാരായണ പിഷാരടി. അതെ. സ്കൂൾ മാസ്റ്റർ. അതെ. മഹാത്മാ സ്കൂൾ. അതെ. പൂത്തോട്ട. അതെ. എറണാകുളം സബ് ജില്ല. അതെ അതെ. കേരളം, ഇന്ത്യ. അതെ. നിങ്ങൾക്ക് പെൻഷൻ വേണം? വേണം. കിട്ടത്തില്ല. അതെന്താ? കിട്ടത്തില്ല. അതെന്താ? കാരണം എന്താ? സാറിന് നമ്മളിവിടെ മരിച്ചുപോയവർക്ക് പെൻഷൻ കൊടുക്കാറില്ല. അത് കൊടുക്കാൻ പാടില്ല. അല്ല പക്ഷെ എനിക്ക് കിട്ടും. അതെന്താ? നിങ്ങൾ മരിച്ചുപോയി. 3 മാസം കൊണ്ട് മരിച്ചുപോയി. മരിച്ചുപോയേ? ഞാനല്ലേ നിങ്ങളുടെ മുമ്പ് ജീവനോടെ നിൽക്കണേ? പിന്നെ ഞാൻ എങ്ങനെ മരിച്ചോടെ? നിങ്ങൾക്ക് തെറ്റുപറ്റി നിങ്ങൾ ആ ഫയൽ ഒന്നുകൂടെ എടുത്ത് നോക്കൂ. അയ്യോ സോറി കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ മരിച്ചിട്ട് 3 മാസമല്ല 5 മാസമായി. അതെങ്ങനെയാണെന്നേ? നിങ്ങൾ എന്താ അസംബന്ധം പിന്നെ പറഞ്ഞോണ്ടിരിക്കണേ? ഞാനിവിടെ ജീവനോട് നിൽക്കുകയല്ലേ? ഞാൻ കാര്യം ചോദിച്ചോ, നിങ്ങള് കഴിഞ്ഞ 5 മാസമായിട്ട് പെൻഷൻ വാങ്ങിച്ചിട്ടില്ലല്ലോ? മേടിച്ചിട്ടില്ല. എന്താ? എനിക്ക് വയ്യാണ്ട് കിടപ്പിലായിരുന്നു ഞാൻ. എന്താ പിന്നെ നിങ്ങൾക്ക് വേറെ ആരെങ്കിലും ഇവിടെ ആയിരുന്നല്ലോ? മകനെയോ മോളെയോ വല്ലോ? എനിക്ക് മക്കളില്ല. എന്നാ പിന്നെ ഭാര്യയെ വിട്ടുവിടായിരുന്നോ? 5 വർഷം മുമ്പ് അവൾ മരിച്ചുപോയി. സോറി കേട്ടോ, സോറി. അപ്പം ഈ തീറ്റയുടെയും കുടിയുടെയും കാര്യമൊക്കെ എങ്ങനെയാണ്? ഒക്കെ വലിയ കഷ്ടത്തില. പിന്നെ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ ഉണ്ടാക്കും, ഊരി കിടക്കണ്ടേ. പിന്നെ ഇല്ലെങ്കിൽ വല്ലപ്പോഴും വല്ല കടയിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കണം. ഈ വീട്ടിലെന്തൊക്കെയാ ഉണ്ടാക്കുന്നത് സാധനം? നല്ല കഞ്ഞിയും പയറോ ചമ്മന്തി. ഈ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നു പറഞ്ഞല്ലോ, എന്താ കൂടുതലായിട്ട് ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നത്? ഏത് ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നത്? എന്റെ പെൻഷൻ. അല്ല, ഏത് ഹോട്ടലിൽ നിന്നാണ് കഴിക്കുന്നത്? വീടിന്റെ അടുത്തുള്ള ഏതെങ്കിലുമൊക്കെ ചായക്കടയിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ മേടിച്ചങ്ങനെ കഴിച്ചു. ഏതെങ്കിലും ചായക്കടയിൽ നിന്ന് കഴിച്ചാൽ പോരാ, കഴിക്കുകയാണെങ്കിൽ പട്ടണക്കാട് ലക്ഷ്മി എന്ന് കഴിക്കണം. എന്തോ ചിക്കൻ കറി അവിടെ വെറും ചിക്കൻ കറിയല്ല,
അവർ ഈ ചിക്കൻ ഉണ്ടല്ലോ ഈ മസാലയെല്ലാം കൂടി ഈ മസാല കൂട്ടെല്ലാം കൂടി ഇളക്കിയിട്ട് ഈ ചിക്കനെല്ലാം കൂടി പൊത്തി പിടിപ്പിച്ചിട്ട് ഇത് കറിയാക്കുന്നതിന് മുമ്പ് ഇവരൊന്ന് വറക്കട്ടെ, വറുത്ത് കോരി എടുക്കും, എന്നിട്ടാണ് കറി വെക്കുന്നത്. ഇത് ടേസ്റ്റാണെന്ന് അറിയും, വേറെ ഒന്നും വേണ്ട, അത് മാത്രം നമുക്ക് കഴിക്കാൻ പറ്റും. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഈ കുറച്ച് സവാളയൊക്കെ ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ പൊളിച്ചിട്ട് അതിങ്ങനെ അല്ല കച്ചക്കട്ടെ എന്ന് പറയും, ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിനകത്ത് ഇങ്ങനെ പച്ചമുളകൊക്കെ ചേർത്ത് ഒരു ചമ്മന്തിയും കൂടെ. ഇയാൾ എന്തൊന്ന് കുറെ നേരമായിട്ട് ഇങ്ങനെ വെച്ചോണ്ടിരിക്കണത്? പെൻഷൻ കൊണ്ടുവാ. നിങ്ങൾക്ക് പെൻഷൻ കിട്ടത്തില്ല. അതെന്താ അത് നിങ്ങൾ മരിച്ചില്ലേ? എന്റെ പഴയ ഫയൽ എടുത്ത്, എന്റെ പഴയ ഫയൽ ഇപ്പൊ എനിക്ക് വേണം. എന്റെ പഴയ ഫയൽ ഇങ്ങോട്ട് എടുക്കാം. ഫയല് സുരനെ എടുക്കാം. സുരനെ, അയ്യോ അവരെ ക്രിക്കറ്റ് കളിയുടെ കമന്ററി ആയിട്ടോണ്ടിരിക്കാൻ. സുരനെ, സുരൻ 300 ആര്? സച്ചിൻ. പറ. ഒരു ചായം പരിപ്പൊടി. എന്റെ ഫയലിന്റെ കാര്യം പറ. എല്ലാവരും പറയാം. സുരനെ, ഈ മാഷിന്റെ കൂടെ പോയിട്ടേ മാഷിന് ആവശ്യമുള്ള ഫയലാന്ന് വെച്ച് എടുത്തു കൊടുക്കുക. എടുത്തുതരും. 3 പോയിന്റ്, 4 പോയിന്റ് ലാസ്റ്റ്. അയ്യോ അത് പോയി. എന്റെ പഴയ ഫയല് പഠിക്കും, നന്നായിട്ട് പഠിക്കും. പിടിക്കാം. നോക്ക്. ഇതിനെന്തൊരു പപ്പടത്തിന് വേണം? പപ്പടത്തിന് വേണം അല്ലേ? ലായിരിക്കുന്ന പപ്പടക്കാരി എന്റെ ഫയലിന്റെ പുറത്ത് വെച്ച് അങ്ങ് വെയിൽ തുറക്കാൻ വെച്ചിരുന്നു. പപ്പടം എവിടെ? ഞാൻ നോക്കാം. നടക്കത്തില്ല. അതായത് നമ്മുടെ ഇവിടുത്തെ സൂപ്രണ്ട് ഉത്തമൻ സാറില്ലേ, പുള്ളി റിട്ടയർ ആയി പോകുന്നതിന് മുമ്പ് മാഷ് മരിച്ചുപോയി എന്ന് പറഞ്ഞ് പുള്ളി ഒപ്പിട്ട് ഈ ഫയൽ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇനി ഒന്നും നടക്കത്തില്ല. ഇനിയിപ്പം ഒന്നും ചെയ്യാൻ പറ്റൂല. ഇനിയിപ്പോൾ ആകെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും നമ്മുടെ സത്യശീലിന് മാത്രമേ ഉള്ളൂ. സത്യശീൽ. അതുകൊണ്ട് ഈ ഫയലുമായിട്ട് അടുത്ത് പോയാൽ അവിടെ വന്ന് പറഞ്ഞു ഇവിടെ വരാൻ, ഇവിടെ വന്ന് പറഞ്ഞു അവിടെ പോയാൻ, അവിടെ ഒരു പറഞ്ഞു ഇവിടെ വരാൻ, ഇവിടെ ഒരു പറഞ്ഞു അവിടെ പോയാൻ. സത്യശീലിനെ കണ്ടാ മതി ഫയലുമായിട്ട്. എവിടെ നാരായണ പിഷാരടി, സ്കൂൾ മാസ്റ്റർ, മഹാത്മാ സ്കൂൾ, പൂത്തോട്ട, എറണാകുളം സബ് ജില്ല, കേരള, ഇന്ത്യ. സാറിന് എന്താ മനസ്സിലായോ? അത് സാറേ, അയ്യോ അതേ കൊട, കാലിലൊന്നും ഒരു മാറ്റവും ഇല്ല. സാറ് തുണി മാത്രമേ മാറ്റാറുള്ളൂ അല്ലേ? ഈ കൊടയും കുത്തി സാറ് വരുന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. സാറിന് മനസ്സിലായില്ല? ഇല്ല സാറേ ഒരു ദിവസം ക്ലാസ്സിൽ ആരോ മൂത്രമൊഴിച്ചു പറഞ്ഞിട്ട് 3ാമത്തെ ബെഞ്ചിൽ ഇരിക്കണം എന്നെ പിടിച്ചിട്ട് ബാക്കിലെ ബെഞ്ചിൽ കയറ്റി നിർത്തിയത് ഓർമ്മയുണ്ടാ? മലയാളം ക്ലാസ്സോ ഹിന്ദി ക്ലാസ്സോ ഏതോ ഒരു ക്ലാസ് ബോർഡിൽ മാഷ് എഴുതിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ ബാക്കില് ഏറ്റവും ബെഞ്ചിന്റെ മുകളില് ബെഞ്ചിന്റെ മുകളിൽ എന്നെ പിടിച്ച് കയറ്റി നിർത്തിയില്ലേ? എന്നിട്ട് എന്തോ പറഞ്ഞിട്ട് എന്നിട്ട് അവിടുന്ന് പിടിച്ച് നേരെ വെയിലത്ത് കൊണ്ടുപോയി നിർത്തി. സത്യശീലൻ. മറിമായം.